ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സൂര്യന് കീഴിൽ മനുഷ്യൻ ചെയ്യുന്നതെല്ലാം മിഥ്യയും വിഫല ശ്രമവുമാണെന്നാണ് ശലോമോൻ പറയുന്നത്. സകലവും മായ, മായ, സകലവും മായയത്രേ. സൂര്യന് താഴെ മനുഷ്യന് അധ്വാനം കൊണ്ട് എന്തു ഫലം? സഭാപ്രസംഗി 1-ാം അധ്യായം. എന്തുകൊണ്ടാണ് ശലോമോൻ ഇങ്ങനെ പറയുവാൻ കാരണം? മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളും പദ്ധതികളും കാലപ്രവാഹത്തിൽ വിസ്മരിക്കപ്പെടും. കാലിക പ്രസക്തി നഷ്ടപ്പെടും. അത്യാഗ്രഹത്തോടെ വെട്ടിപ്പിടിക്കുന്ന ഭൗതിക നേട്ടങ്ങളും സാമൂഹ്യ സൗഹൃദങ്ങളുമൊക്കെ നിഷ്പ്രയോജനമായി തീർന്നേക്കാം. പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ഈഗോ ക്ലാഷ് നടത്തി ഓടി ജയിച്ചവർ ഒടുവിൽ അതൊന്നും വലിയ കാര്യമായിരുന്നില്ല എന്ന് മനസ്സിലാക്കും. മനുഷ്യന്റെ നേട്ടങ്ങളും സൃഷ്ടിപരമായ ചിന്തകളും തത്വശാസ്ത്രങ്ങളുമൊക്കെ ചരിത്രത്തിന്റെ ട്രാഷ് ക്യാനിൽ വലിച്ചെറിയുമെന്നാണ് ശലോമോന്റെ ഫിലോസഫി. ഉണ്ടായത് തന്നെ വീണ്ടും ഉണ്ടാകുന്നു, ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുന്നു. സൂര്യന് കീഴെ പുതുതായി ഒന്നുമില്ല. പുതിയെന്ന് പറയാൻ എന്താണുള്ളത്? യുഗങ്ങൾക്ക് മുമ്പ് തന്നെ അതുണ്ടായിരുന്നു. കഴിഞ്ഞതൊന്നും ആരും ഓർക്കുന്നില്ല. വരുവാനിരിക്കുന്നവയെ അവയ്ക്ക് ശേഷം വരാനിരിക്കുന്നവർ ഓർമ്മിക്കുകയുമില്ല. സഭാപ്രസംഗി 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അതെ, കഴിഞ്ഞതൊന്നും ആരും ഓർക്കുന്നില്ല. ഫാസ്റ്റ് ട്രാക്കിൽ ഓടുന്ന മനുഷ്യന് അതൊന്നും ചിന്തിക്കാൻ സമയമില്ല. ഒരു കാലത്ത് വളരെ പ്രശസ്തനായിരുന്ന ജൂലിയസ് സീസറും കോൺകറിംഗ് ഹീറോകളായിരുന്ന അലക്സാണ്ടറും ഹിറ്റ്ലറുമൊക്കെ ഇന്ന് ചരിത്രത്തിന്റെ ഏടുകളിലെ മങ്ങിയ പ്രമേയങ്ങളാണ്. ഇന്ന് ജീവിക്കുന്നവരാരും അവരെ വ്യക്തിപരമായി അറിയുന്നില്ല. അവരുടെ പേരുകൾ ചരിത്ര പുസ്തകത്തിലെ നിറം മങ്ങിയ വെറും അക്ഷരങ്ങൾ മാത്രമാണ്. അവരുടെ സിംഹാസനങ്ങളും ആജ്ഞാനുവർത്തികളും പദ്ധതികളും സിദ്ധാന്തങ്ങളുമൊക്കെ ഔട്ട്ഡേറ്റഡായി കഴിഞ്ഞു. കാലം വലിയ മറവിക്കാരനാണ്. ചരിത്രത്തിന്റെ ഗോഡൌണിലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഓൾഡ് സ്റ്റോക്ക് ആർക്കാണ് ആവശ്യം? ഒന്നും ശാശ്വതമല്ലെങ്കിൽ എന്നും നിലനിൽക്കുന്നതും ശാശ്വതവുമായ എന്ത് കാര്യമാണ് മനുഷ്യന് ഈ ജീവിതത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നത്? ദൈവിക നിയോഗങ്ങളിൽ സമർപ്പിതരായവരെ ദൈവമെന്നും ഓർമ്മിക്കും. അവരെ മനുഷ്യർ മറന്നാലും ദൈവം മറക്കില്ല. ദൈവത്തിന്റെ ദിവ്യസ്മരണയുടെ പുസ്തകത്തിൽ നിത്യ ചൈതന്യത്തോടെ അവരെന്നും എന്നും ജീവിക്കും. ദൈവിക മൂല്യങ്ങളിൽ അടിയുറച്ച് ജീവിക്കുവാൻ ഇന്ന് നമ്മൾ സഹിക്കുന്ന കഷ്ടതകൾക്ക് നിത്യതയിൽ വിസ്മയ പ്രശംസ ലഭിക്കുമെന്നാണ് മാലാഖി പ്രവചനത്തിലെ ദൂത്. 3-ാം അധ്യായം. അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ
പരസ്പരം സംസാരിച്ചു. അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുമ്പിൽ എഴുതപ്പെട്ടു. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, അവർ എന്റേതായിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എന്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന മക്കളെ എന്ന പോലെ ഞാൻ അവരെ സംരക്ഷിക്കും. കാലിത്തൊഴുത്തിൽ പിറന്ന രക്ഷകന്റെ ജന്മദിനം സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ഇന്നും അത്യുത്സാഹത്തോടെ ലോകം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശക്തരായിരുന്ന സീസറും പിലാത്തോസും ഹെറോദോസും ഇസ്ക്രീസ്, ഹന്നായും കയ്യാഫായും വിസ്മൃതിയുടെ ശ്മശാനത്തിൽ നിശബ്ദരായി ഉറങ്ങുകയാണ്. ആരും അവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. മനുഷ്യന്റെ വീണ്ടെടുപ്പിനായി ഭൂമിയിൽ അവതരിച്ച ക്രിസ്തു സകല ജനത്തിന്റെയും സന്തോഷവും പ്രത്യാശയും പ്രമോദവുമായി ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുകയാണ്. ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവരുടെ ഹൃദയത്തിൽ ദിവ്യ പ്രകാശ ചൈതന്യമായി വിളങ്ങി നിൽക്കുകയാണ്. നിറങ്ങൾക്കും ആസക്തികൾക്കും പിറകെ ജീവിതകാലം മുഴുവൻ ഓടി കാലിടറി വീണ ശലോമോൻ ജീവിത സായാഹ്നത്തിൽ തന്റെ വീഴ്ചകളിൽ നിന്നും പഠിച്ച പാഠം ഇങ്ങനെ കുറിച്ചിട്ടു. എല്ലാത്തിൻ്റെയും സാരാംശം ഇതാണ്: ദൈവഭയമുള്ളവരായിരിക്കുക, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക. മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യം ഇതുമാത്രമാണ്. നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം ഒടുവിൽ നീതിപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. സഭാപ്രസംഗി 12-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ആകെ അരനാഴിക നേരം മാത്രമുള്ള ഈ ജീവിതത്തിൽ ഭൗതിക അജണ്ടകൾക്കും സ്ഥാനമാനങ്ങൾക്കും പ്രതികാര പ്രവർത്തനങ്ങൾക്കുമായി ഓടിത്തളരുന്ന മനുഷ്യർക്കുള്ള ശലോമോന്റെ ഉദാത്ത ഉപദേശം കേൾക്കാൻ ചെവിയുള്ളവരായി ഈ അഡ്വന്റ് ദിവസങ്ങളിൽ നമുക്ക് വിനയത്തോടെ കേൾക്കാം. യെരുശലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചു. ജ്ഞാനം ഗ്രഹിപ്പാനും ഭ്രാന്തും ഭോഷത്വവും അറിയുവാനും ഞാൻ മനസ്സുവെച്ചു. എന്നാൽ ഇത് വൃഥാ പ്രയത്നമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ജ്ഞാനബാഹുല്യത്തിൽ വ്യസന ബാഹുല്യമുണ്ട്. അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. ജീവിത സായാഹ്നത്തിൽ ബദാം വൃക്ഷം തളിർക്കും, പച്ചക്കുതിര ഇഴയും, ആശ അറ്റുപോകും. മനുഷ്യൻ തന്റെ നിത്യഭവനത്തിലേക്ക് പോവുകയും വിലപിക്കുന്നവർ തെരുവീഥികളിലൂടെ നീങ്ങുകയും ചെയ്യും. വെള്ളിച്ചരട് പൊട്ടും, കനകപാത്രങ്ങൾ തകരും, അരുവിയിൽ വെച്ച് കുടം ഉടയും.
നീർത്തൊട്ടിയുടെ ചക്രം തകരും. പൊടി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും. ആത്മാവ് അതിൻ്റെ ഉടമസ്ഥനായ ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. സഭാപ്രസംഗകൻ പറയുന്നു, മായ മായ, സകലവും മായ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.